ഹായ് ഹലോ ബാക്കി വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? അപ്പോൾ ഈ ചീഫ് ഗസ്റ്റ് വരുന്നതിന് മുന്നേയായിട്ട് നമുക്കിങ്ങനെ കുറേ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ പേര് ആ ചേട്ടൻ എന്തോ പറഞ്ഞു. പക്ഷെ എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയണവർ കമൻറ്റ് ചെയ്യണേ. ചീഫ് ഗസ്റ്റ് വരണ വരെ ഇങ്ങനത്തെ കുറേ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നേ. ഇന്നത്തെ ചീഫ് ഗസ്റ്റ് എന്ന് പറയണത് ആരായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ അൻസിബ ഹസൻ ആയിരുന്നു. ആൾ ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു കേട്ടോ. ഷി വാസ് വെരി കൈൻഡ്. ആ ഒരു ഈഗോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സെൽഫി ഒന്ന് ചോദിക്കുന്നവരടുത്തൊക്കെ സെൽഫി കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു. പിന്നെ ആളുടെ വക ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു കേട്ടോ. ഇറ്റ് വാസ് വെരി ആക്ച്വലി കൈൻഡ് ഓഫ് വെരി പവർഫുൾ സ്പീച്ച് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. പിന്നെ ഉണ്ടായിരുന്നത് ലാമ്പ് ലൈറ്റിംഗ് സെറമണി ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞു. പിന്നെ കുറേ പ്രൊഡക്റ്റ് ലോഞ്ച് ഉണ്ടായിരുന്നു. കുറേ പുതിയ പെർഫ്യൂംസിൻ്റെ ഒക്കെ ഇത്, പിന്നെ കുറേ പ്രൊഡക്ട്സിൻ്റെ ലോഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് അവാർഡ്സ് ഒക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ മാസ്റ്റർ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് നൂഷ എന്ന് പറഞ്ഞിട്ട് ഒരു പെർഫ്യൂമിൻ്റെ സെയിലാണ് കേട്ടോ. ഇത് വന്നിട്ട് അവരുടെ തന്നെ അവർ ഇറക്കിയ ഒരു ബ്രാൻഡിൻ്റെ ഇതാണ്. ഫൈനലി ദ വെയിറ്റ് ഈസ് ഓവർ. ദ ഗ്രേറ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ്, ദ മജീഷ്യൻ എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ സാറിൻ്റെ ഇത് പ്രകാരം മേക്കപ്പ് ഈസ് നോട്ട് ആ മാജിക്, ഇറ്റ്സ് ആൻ ആർട്ട് എന്നാണ് സാറിൻ്റെ ഇത് പ്രകാരം കേട്ടോ. അങ്ങനെ സാറ് കുറേ ബേസിക്സ് അങ്ങനെ കുറേ സംഭവങ്ങളും പ്രൊഡക്ട്സിനെ കുറിച്ച് ടെക്നിക്സിനെ കുറിച്ചൊക്കെയാണ് മെയിനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ എല്ലാ കാര്യത്തിലും അപ്ഡേറ്റഡ് ആയിരിക്കണം. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറേ മേക്കപ്പ്സിൻ്റെ സെമിനാർസ്, വർക്ക്ഷോപ്സ് അങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യും. അപ്പോഴാണ് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉച്ചയൊക്കെ ആവാറായി കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു വലിയ ക്യൂ ഒക്കെ നിന്ന് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞ് ഫുഡൊക്കെ തീർന്നു പോയി. പിന്നെ രണ്ടാമത് വെയിറ്റ് ചെയ്തിട്ടാണ് ഫുഡൊക്കെ കിട്ടിയത് കേട്ടോ. അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴയായിരുന്നു. മഴ മൊത്തം കൊണ്ട് ഉണങ്ങാൻ വേണ്ടി ഫാനിൻ്റെ ചോട്ടിൽ വന്ന് നിന്നു. അപ്പോഴേക്കും പിന്നെയും മഴ കൂടി. പിന്നെ ഒത്തിരി തോരാൻ നിന്നില്ല. പിന്നെ ഞങ്ങൾ വേഗം ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഓൾറെഡി നമ്മളൊരു പുതിയ ഹെയർ ട്രീറ്റ്മെൻറ്റ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, പുതിയൊരു ബ്രാൻഡിൻ്റെ. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇതായിരുന്നു ഫൈനൽ റിസൾട്ട് കേട്ടോ. ഡാമേജ് ഒക്കെ മാറി നല്ല അടിപൊളി ഹെയർ ആയി അവരുടെ. മേക്കപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാവേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ഓൾ.